നികുതിയെ ഞെട്ടിച്ചുകൊണ്ട് നെടുമങ്ങാടുള്ള ഒരു പ്രമുഖ സ്വകാര്യ സൂപ്പർ മാർക്കറ്റിൽ വൻ തോതിലുള്ള മോഷണം നടത്തിയ കേസിൽ സ്ഥാപനത്തിലെ ഹെഡ് കാഷ്യർ അറസ്റ്റിലായി. കഴിഞ്ഞ 5 മാസ കാലയളവിനുള്ളിൽ തുണിത്തരങ്ങളും വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉൾപ്പെടെ ഏകദേശം 50,000 രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മോഷണം പോയതായി കണ്ടെത്തിയത്. കേസിൽ തമിഴ്നാട് സ്വദേശിനിയായ യുവതിയാണ് പോലീസ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് തെങ്കാശി ജില്ലയിലെ പാവൂർ ചിത്രം സ്വദേശിയായ ശാന്തിയുടെ മകൾ പൊൻഷീലയാണ് നെടുമങ്ങാട് പോലീസിന്റെ വലയിലായത്. സൂപ്പർ മാർക്കറ്റിലെ ഏറ്റവും വിശ്വസ്ത സ്ഥാനങ്ങളിൽ ഒന്നായ ഹെഡ് കാഷ്യർ എന്ന പദവി ദുരുപയോഗം ചെയ്താണ് യുവതി മോഷണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്നത്. ഈ മാസം സൂപ്പർ മാർക്കറ്റിൽ നടത്തിയ പതിവ് സ്റ്റോക്ക് ക്ലിയറൻസ് പരിശോധനയ്ക്കിടെയാണ് സ്ഥാപനത്തിലെ അധികൃതർക്ക് വലിയ സംശയങ്ങൾക്ക് ഇട നൽകുന്ന വിവരങ്ങൾ ലഭിച്ചത്. സ്റ്റോക്കിൽ കണക്കുകൾ പ്രകാരമുള്ള സാധനങ്ങളുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഷോപ്പ് അധികൃതർ കൂടുതൽ വിശദമായ ഒരു പരിശോധനയ്ക്ക് ഉത്തരവിടുകയായിരുന്നു. പ്രാരംഭഘട്ടത്തിൽ സ്റ്റോക്ക് ക്ലിയറൻസിലെ അപാകതകൾ ചെറിയ കണക്കിലെ പിശകുകളായിട്ടാണ് അധികൃതർ കരുതിയത്. എന്നാൽ പല വിഭാഗങ്ങളിലെ സാധനങ്ങളുടെയും കുറവ് ആവർത്തിക്കുകയും നഷ്ടപ്പെട്ട സാധനങ്ങളുടെ ആകെ മൂല്യം ഉയരുകയും ചെയ്തതോടെ അതൊരു സാധാരണ പിശകല്ലെന്ന് അവർക്ക് ബോധ്യമായി. ഒരു വിദഗ്ധ സംഘം നടത്തിയ വിശദമായ ഓഡിറ്റിലാണ് ഏകദേശം 5 മാസത്തെ കാലയളവിൽ ഏകദേശം 50,000 രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. ജൂലൈ മാസം മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് പ്രധാനമായും മോഷണം നടന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. നഷ്ടപ്പെട്ട സാധനങ്ങൾ അധികവും എളുപ്പത്തിൽ വിറ്റഴിക്കാൻ സാധിക്കുന്നതും എന്നാൽ താരതമ്യേന ഉയർന്ന വിലയുമുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു. തുണിത്തരങ്ങൾ, അത്യാധുനിക സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ചില ഇലക്ട്രോണിക് ആക്സറീസുകൾ എന്നിവയുടെ സ്റ്റോക്കിലായിരുന്നു വലിയ കുറവ് രേഖപ്പെടുത്തിയത്. ഈ കുറവ് ശ്രദ്ധയിൽപ്പെട്ടതോടെ സൂപ്പർ മാർക്കറ്റ് അധികൃതർ ഉടൻ തന്നെ ഒരു രഹസ്യ നീക്കത്തിന് തയ്യാറായി. സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരെയും വിളിച്ചു വരുത്തി അവരുടെ വ്യക്തിപരമായ ബാഗുകളും മറ്റു വസ്തുക്കളും പരിശോധിക്കുവാൻ തീരുമാനിച്ചു. ഈ അപ്രതീക്ഷിത പരിശോധനയാണ് കേസിൽ നിർണായകമായ വഴിത്തിരിവായത്. പരിശോധനയിൽ ഹെഡ് കാഷ്യറായ പൊൻഷീലയുടെ ബാഗിൽ നിന്ന് മോഷണം പോയതായി സംശയിക്കുന്ന ഏതാനും സാധനങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം നിഷേധിക്കാൻ യുവതി ശ്രമിച്ചെങ്കിലും അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. സംഭവത്തെക്കുറിച്ച് സൂപ്പർ മാർക്കറ്റ് അധികൃതർ നെടുമങ്ങാട് പോലീസിൽ രേഖാമൂലം പരാതി നൽകി. മോഷണത്തിന്റെ വ്യാപ്തിയും സ്ഥാപനത്തിലെ ഒരു ഉന്നത പദവിയിലുള്ള വ്യക്തിയാണ് പ്രതി എന്നുള്ള വിവരവും പോലീസിനെ ഞെട്ടിച്ചു. തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും യുവതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. പോലീസിനെ ചോദ്യം ചെയ്യലിൽ യുവതി കുറ്റം സമ്മതിച്ചു. മോഷണം നടത്തിയ സാധനങ്ങൾ താൻ താമസിക്കുന്ന കുറവക്കോടുള്ള ഒരു ഹോസ്റ്റലിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണെന്ന് പൊൻഷീല മൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തുകയും മോഷണം പോയ മുഴുവൻ സാധനങ്ങളും അവിടെ നിന്ന് കണ്ടെത്തുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഏകദേശം 5 മാസത്തോളമായി ഈ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു പൊൻഷീല. ഹെഡ് കാഷ്യർ എന്ന നിലയിൽ സ്റ്റോക്ക് കൈകാര്യം ചെയ്യുന്നതിലും വിൽപ്പന രേഖപ്പെടുത്തുന്നതിലും കാഷ്യർമാരെ ഏകോപിപ്പിക്കുന്നതിലും പ്രധാന ഉത്തരവാദിത്തം യുവതിക്കായിരുന്നു. തന്റെ ഈ പദവിയും സ്ഥാപനത്തിലെ വിശ്വസ്തതയും ദുരുപയോഗം ചെയ്താണ് ഇവർ ഈ ആസൂത്രിതമായ മോഷണം നടത്തിയിരുന്നത് എന്നത് പോലീസ് പറയുന്നു. ഈ കാലയളവിൽ എങ്ങനെയാണ് ഇത്രയും വലിയ മോഷണം സ്റ്റോക്ക് സിസ്റ്റത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതെന്നതിനെ കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. സിസ്റ്റത്തിൽ എന്തെങ്കിലും തിരമറികൾ നടന്നിട്ടുണ്ടോ, അതോ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. തുടർച്ചയായ നിരീക്ഷണങ്ങൾക്കും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലുകൾക്കും ഒടുവിലാണ് പ്രതിയെ പോലീസ് കുടുക്കിയത്. അറസ്റ്റിന് ശേഷം യുവതിയെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ മോഷണത്തിൽ പൊൻഷീലയ്ക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും ഇവിടെ പ്രവർത്തനങ്ങൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അറിയുന്നതിനായി പോലീസ് അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. യുവതി എന്തിനാണ് ഇത്രയും അധികം സാധനങ്ങൾ മോഷ്ടിച്ചത്, ഇവ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമാണ്. രാജ്യത്തെ സൂപ്പർ മാർക്കറ്റുകളിലെയും വലിയ വ്യാപാര സ്ഥാപനങ്ങളിലെയും സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും ജീവനക്കാരുടെ വിശ്വസ്തത ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ചുള്ള ഈ സംഭവം വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ തോതിലുള്ള മോഷണം സ്ഥാപനത്തിലെ CCTV നിരീക്ഷണത്തിലോ മറ്റ് ഓഡിറ്റിംഗ് പ്രക്രിയകളിലോ ശ്രദ്ധിക്കപ്പെടാതെ പോയത് എങ്ങനെയെന്നതിനെ കുറിച്ചും വ്യാപകമായ ആശങ്ക ഉയർന്നിട്ടുണ്ട്. ജീവനക്കാരെ നിയമിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം കൂടുതൽ കൃത്യതയോടെ പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം അടിവരയിടുന്നത്. കൂടാതെ സ്ഥാപനത്തിലെ ആഭ്യന്തര ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ഇത് ഓർമ്മിപ്പിക്കുന്നു. ട്രേഡിംഗ് മേഖലയിലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇതൊരു വലിയ മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ പ്രതിരോധ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്.